പ്രമേഹ രോഗികൾക്ക് പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകാറുണ്ട്. ഡയബറ്റിക് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, ഡയബറ്റിസ് മൂലമുണ്ടാകുന്ന കാർഡിയാക് പ്രോബ്ലംസ്, സ്ട്രോക്ക്, എന്തിനേറെ പറയുന്നു ക്യാൻസർ വരെ ഈ ഡയബറ്റിക് രോഗികൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുകയാണ്. കാരണം അവരുടെ പ്രതിരോധ ശക്തി സാധാരണ ഉള്ള ആൾക്കാരേക്കാൾ ഒരുപാട് കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ക്യാൻസർ സെൽസിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുകയും അതുമൂലം തന്നെ പ്രമേഹം കൊണ്ട് മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ, സങ്കീർണതകളുണ്ടായി അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പ്രമേഹത്തിൻ്റെ കൂടെ തന്നെ അനിയന്ത്രിതമായിട്ട് ഫുഡിനോടുള്ള ക്രേവിങ്, ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുക, വിശപ്പ് കൂടുക, ദാഹം കൂടുക, മൂത്രമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം തോന്നുക, അതിൻ്റെ കൂടെ തന്നെ പാക്ക് ആൻഡ് പാഴ്സലായിട്ട് ഫാറ്റി ലിവറും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും എല്ലാം ഉണ്ടാവുകയും നമ്മുടെ ജീവിതം തന്നെ വളരെ നരകതുല്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്തെന്നാൽ ഈ പ്രമേഹത്തെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് കഴിയും? പ്രമേഹത്തിന് ഉള്ള പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് പോയെന്നാൽ ഒരു കുഴപ്പമുണ്ടാക്കാത്ത ഒരു അസുഖമാണ്. പക്ഷേ അവനെ നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കും മുരഞ്ഞൊരു അസുഖം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പ്രമേഹത്തിന് ഇപ്പോൾ അലോപ്പതിയിൽ ഏറ്റവും പുതിയ തരത്തിലുള്ള മരുന്നുകളുണ്ട്. നമ്മുടെ കിഡ്നിക്കോ ഹാർട്ടിനോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് മാത്രമല്ല, അതിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, നമുക്ക് എക്സസ് ആയിട്ടുള്ള ഷുഗർ മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന SGLT2 ഇൻഹിബിറ്റേഴ്സ്, DPP4 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള മരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തന്നെ ഒന്ന് നോക്കിയെന്നാൽ അറിയാം. സിറ്റാഗ്ലിപ്റ്റിൻ, ടെൻലിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകൾ, അതുപോലെ ഡാപ്പാഗ്ലിഫോസിൻ, എംപാഗ്ലിഫോസിൻ എന്ന അതിൻ്റെ മോളിക്യൂൾ നെയിം നോക്കിയെന്നാൽ നമുക്കറിയാം. ഇത്തരത്തിലുള്ള മരുന്നുകൾ ഇത് കോമ്പിനേഷനായിട്ടും കൊടുക്കാറുണ്ട്. ഇവർ രണ്ടും നമുക്ക് കിഡ്നിക്കും ഹൃദയത്തിനും കൂടുതലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് മാത്രമല്ല, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് പോലും വളരെ സേഫായിട്ട് കൊടുക്കാവുന്ന തരത്തിലുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങളുടെ മരുന്നിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക. കാരണം ഒരുപക്ഷെ അത് വില കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഡോക്ടർ കരുതുന്നതുകൊണ്ടാണോ എന്നുള്ളത് ചോദിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുകയും നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ HbA1c ലെവൽ 3 മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് പരിശോധിച്ച് അത് 7-ൽ താഴെയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നാൽ ഡയബറ്റീസ് നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല. അതേപോലെ നമ്മൾ ഭക്ഷണത്തിലും വ്യായാമത്തിലും പ്രത്യേകമായിട്ട് ചില നിഷ്ഠകൾ പുലർത്തേണ്ടതുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ഡയബറ്റിക് രോഗികൾക്ക് പഴം കഴിക്കാൻ പറ്റില്ലേ? പഴങ്ങൾ നമുക്ക് കഴിക്കാം. അത് വളരെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒത്തിരി മധുരമുള്ള, ഇപ്പോൾ ചെറുപഴം ഒക്കെ ആണെങ്കിൽ പാളയംകുളം പോലത്തെ പഴങ്ങൾ, നല്ല തേൻ മധുരമുള്ള പഴങ്ങളുണ്ട്. അങ്ങനെയുള്ള പഴങ്ങൾ ഒരുപാട് കഴിക്കുന്നത് ഷുഗർ കൂട്ടാനായിട്ട് ഇടയാക്കും. അത് എല്ലാം മിതമായിട്ട് മാത്രം കഴിക്കുക. ഈ ബെറീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അധികം മധുരമില്ലാത്ത രീതിയിലുള്ള, ഇപ്പോൾ ആപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒട്ടും മധുരമില്ലാത്ത കുക്കുംബർ പോലുള്ള ഫ്രൂട്ട്സ് ഗണത്തിൽപ്പെടുന്ന ചില പഴങ്ങളുണ്ട്. ഇതെല്ലാം ധാരാളമായിട്ട് നമുക്ക് കഴിക്കാം. ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ കിട്ടാവുന്ന ഒരു തരത്തിലുള്ള വിഷാംശവും ഇല്ലാത്ത പേരയ്ക്ക വൈറ്റമിൻ C സമ്പുഷ്ടമാണ്. മാത്രമല്ല ഇതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിൽ അല്പമെങ്കിലും വ്യതിയാനം വരുത്തത്തുള്ളൂ. എന്നുള്ളത് കൊണ്ട് ഒരു പേരയ്ക്ക എല്ലാ ദിവസവും ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതേപോലെ അധികം ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് നേന്ത്രക്കായ, ഏത്തപ്പഴം, അധികം പഴുത്ത് പോകാത്ത ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങി രാവിലെ ഒരു ഹാഫായിട്ട് കഴിക്കാവുന്നതാണ്. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് ഈ മുട്ടയുടെ മഞ്ഞ കഴിച്ചെന്നാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളത്. നമ്മൾ ആഴ്ചയിൽ 3 മുട്ടയുടെ മഞ്ഞ, എഗ് യോക്ക് വരെ കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കഴിക്കുന്നത് ചിലപ്പോൾ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടാൻ ഇടവരുത്തും എന്നുള്ളത് കൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾക്ക് അത് റെക്കമെൻഡ് അല്ല. അതേപോലെ നമ്മൾ ഈ പഞ്ചസാര പോലെ തന്നെ വളരെ ഹാനികരമായിട്ടുള്ളൊരു സാധനമാണ്
ഈ വെളുത്ത അരി. നമ്മുടെ കാപ്പിക്കും ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ചിലപ്പോൾ ചോറിനും വൈകിട്ട് കഴിക്കുന്ന പലഹാരത്തിലും ഏറ്റവും അവസാനം കഴിക്കുന്ന അത്താഴത്തിനും നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ പോലും അത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള തവിടൊട്ടും ഇല്ലാത്ത ഒരു ഫ്ലോറിൽ നിന്നാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചോറ് മാറ്റി ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ആർക്കും കിട്ടാറില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു പ്ലേറ്റ് മെത്തേഡ് ശീലിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പ്ലേറ്റ് എടുത്തെന്നാൽ അതിൻ്റെ 1/4 പോർഷൻ മാത്രം കാർബോഹൈഡ്രേറ്റ് എടുക്കുക, 1/4 പ്രോട്ടീൻ ആയിരിക്കണം, 1/4 വെജിറ്റബിൾസ്, ബാക്കി 1/4 ഫ്രൂട്ട്സ്, അതും അധികം മധുരമില്ലാത്തത്. എന്നിട്ട് നമ്മൾ ഒരുപാട് വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം അല്പം സാലഡും ഫ്രൂട്ട്സും കഴിച്ചതിന് ശേഷം നമ്മൾ മറ്റ് ഭക്ഷണത്തിലേക്ക് കിടക്കുക. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഏറ്റവും അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് പകുതി ഒന്ന് സപ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാവുന്നതാണ്. ഇനി മധുരത്തോട് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് ഉള്ളവരുണ്ട്. ഇപ്പോൾ ഒരു കാപ്പിയോ ചായയോ ഒക്കെ നമുക്ക് മധുരമില്ലാതെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്റ്റീവിയ. അത് മധുര തുളസി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. സ്റ്റീവിയയുടെ പൗഡറായിട്ട് നമുക്കിപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇല ആയിട്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവൈലബിൾ ആണ്. അതിട്ട് തിളപ്പിച്ചെന്നാൽ നമുക്ക് ശരിക്കും ഷുഗറിൻ്റെ പോലെ തന്നെ മധുരം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റീവിയ പൗഡറിലോട്ട് മാറി ഉപയോഗിച്ചെന്നാൽ നമുക്ക് ഷുഗറിനോടുള്ള ക്രേവിങ്സും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം മധുരത്തോടു കൂടി തന്നെ കാപ്പിയും ചായയ്ക്ക് ഉപയോഗിക്കാം. പിന്നെ പാലിൻ്റെ ഉപയോഗത്തെപ്പറ്റി പലർക്കും ഒരു ധാരണയുണ്ട്. പാല് എന്ന് പറയുന്നത് അമ്മ പശു കിടാവിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു 10 വയസ്സിന് ശേഷം അത് നമ്മൾ മനുഷ്യർക്കാണെങ്കിലും അതുപോലെ ഈ പശു കുട്ടികൾക്കാണെങ്കിലും ഒരു പ്രായം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൽ കുടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ പശു ചവിട്ടി ഓടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മൾ 70-80 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ പാലായിട്ട് തന്നെ കുടിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യത്തില്ല, ചിലപ്പോൾ ദോഷവും വരുത്തും എന്നുള്ളതുകൊണ്ട് പാലിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക, 1-2 ചായയിൽ ഒതുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നാൽ വേറെ തരത്തിലുള്ള രോഗങ്ങളൊന്നും ഇല്ല, ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കുടിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അത് തൈരാക്കി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാസിലസും കൂടെ കൂടുതൽ കിട്ടും എന്നുള്ളൊരു പ്രയോജനം അതിനകത്തുണ്ട്. അതേപോലെ ഗ്യാസ്ട്രൈറ്റിസും അസിഡിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും ഈ പാലിനുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നിൽ നിന്ന് പോലും ചിലപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം. അപ്പോൾ ഈ മരുന്ന് ഭക്ഷണത്തിന് മുൻപാണോ ശേഷമാണോ കഴിക്കേണ്ടതെന്ന് പലരും സംശയം ചോദിക്കാറുണ്ട്. അത് പല മരുന്നുകളും പല രീതിയിലാണ്. മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാനായിട്ട് പറയുന്നത് ഇതിൻ്റെ ഗ്യാസ്ട്രൈറ്റിസും അസിഡിറ്റിയും മാറ്റി നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ചില മരുന്നുകൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനായിട്ട് പറയും. വോഗ്ലിബോസ് പോലുള്ള ചില മരുന്നുകൾ മിക്കവാറും നമ്മൾ ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് തൊട്ട് മുമ്പ് തന്നെ കഴിക്കാൻ പറയുന്നതാണ് ഉത്തമം. കാരണം ഷുഗർ സ്പൈക്ക് ഒരുപാട് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ മരുന്നിൻ്റെ ആക്ഷനും കൂടി എത്തും. നമുക്ക് കൺട്രോൾഡ് ലെവലിൽ തന്നെ ഷുഗർ കൊണ്ടുപോകാം എന്നുള്ളത് കൊണ്ട് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ ഇൻസുലിൻ എടുക്കുന്നതാണെങ്കിലും നമ്മൾ ഭക്ഷണത്തിന് 10 മിനിറ്റ് മുൻപെങ്കിലും ഇൻസുലിൻ എടുക്കാനായിട്ടാണ് മിക്കവാറും പറയാറുള്ളത്. ഇനി ചില തരത്തിലുള്ള ലോങ് ആക്ടിങ് ഇൻസുലിനൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപാണ് എടുക്കാൻ പറയുക. കാരണം അങ്ങനെയുള്ള ഇൻസുലിൻ NPH പോലുള്ള ഇൻസുലിൻ അല്ലെങ്കിൽ ഈ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് അതിൻ്റെ സ്പൈക്ക് ലെവലിലെത്തുക. ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇൻസുലിനൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയത്ത് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളത് കൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ബെഡ് ടൈം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി അതിന് ഉത്തമമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക. വ്യായാമം ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്. അത് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് അത് നിർത്താം. ഒരു 10-20 പുഷപ്പ് എടുക്കുക. കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ
നമ്മൾ കൂടുതൽ തവണത്തേക്ക് ചെയ്യുന്നതാണ് ഡയബറ്റിക് രോഗികൾക്ക് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും ഓവർ എക്സസൈസ് കൊണ്ട് കുഴഞ്ഞു വീണുള്ള മരണം ഒരുപാട് നമ്മൾ കാണുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ഹാർഡായിട്ടുള്ള എക്സസൈസ്, ഇപ്പോൾ നമ്മൾ വലിയ വെയിറ്റ് എടുത്ത് പൊക്കുന്ന എക്സസൈസൊക്കെ ജിമ്മിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലത് നമ്മൾ കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ പലതുള്ളി പെരുവെള്ളം എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൂടുതൽ പ്രാവശ്യത്തേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ദിവസത്തിൽ പല തവണയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. 1 മണിക്കൂർ ഒറ്റയടിക്ക് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങൾ, എണീറ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് എക്സസൈസ്, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വ്യായാമം, അങ്ങനെ പല ആവർത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളെ നമുക്ക് കൂടുതൽ തവണ ചെയ്യാവുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നിഷ്ഠ കൃത്യമായിട്ട് പുലർത്താൻ ശ്രദ്ധിക്കുക. മിക്കവാറും ആൾക്കാരൊക്കെ 1-2 മാസമൊക്കെ നല്ലപോലെ ഡയറ്റ് ചെയ്തിട്ട് ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒക്കെ പോയി നല്ലപോലെ മൃഷ്ടാന്ന ഭോജനം കഴിക്കുമ്പോഴത്തേക്കും അവരുടെ ഡയറ്റ് എല്ലാം പാടെ തെറ്റിപ്പോവുകയും ആ ഒരൊറ്റ ഭക്ഷണം കൊണ്ട് തന്നെ 500-1000 കാലറിയൊക്കെ ഉള്ളിലോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ഷുഗർ ഒത്തിരി കൂടിപ്പോകാനും HbA1c ലെവലൊക്കെ 10-ന് മുകളിൽ പോയി നിൽക്കാനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയബറ്റീസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയെന്നാൽ അവനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇത്രയും മറിഞ്ഞൊരു അസുഖം വേറെയില്ല. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്.